ദേശീയപാത വികസനം അവസാന ഘട്ടത്തിലെത്തിയതോടെ കോഴിക്കോട് നഗരത്തിലെ പ്രധാന റോഡ് രണ്ടായി മുറിഞ്ഞു. നഗരവികസനത്തിന്റെ ഭാഗമായി 15 മീറ്റർ വീതിയിൽ നിർമ്മിച്ച പനാത്തുതാഴം CWRDM റോഡാണ് ദേശീയപാത 6 വരി കടന്നുപോകുന്ന നേതാജി ജംഗ്ഷനിൽ അടിപ്പാതയോ മേൽപ്പാലമോ ഇല്ലാത്തതിനാൽ രണ്ടായി മുറിഞ്ഞത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നാട്ടിലൂടെ പോകുന്ന റോഡാണ് അപകടം വർദ്ധിച്ചതോടെ ദേശീയപാത അതോറിറ്റി പൂർണ്ണമായും അടച്ചത്. സിറ്റി ബസ് ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് കഴിഞ്ഞ ദിവസം രാത്രി ദേശീയപാത അതോറിറ്റി അടച്ചു കളഞ്ഞത്. ഇനി കോഴിക്കോട് നഗരത്തിൽ നിന്ന് കുന്നമംഗലം ഭാഗത്തേക്കും തിരികെ നഗരത്തിലേക്കും വരണമെങ്കിൽ മലാപ്പറമ്പ് വഴിയും തൊണ്ടയാട് വഴിയും കിലോമീറ്ററുകളോളം ചുറ്റണം. വീതിയേറിയിട്ടുള്ള ജനങ്ങൾക്ക്, ടൗണിലെ ജനങ്ങൾക്ക് തിരക്കൊഴിവാക്കി പോകാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ലൊരു റോഡായിരുന്നു ഇത്. ഹർത്താൽ പോലെ വിജനമായി കിടക്കുക. പൊതുവിനകത്ത് വന്ന് മുഹമ്മദ് റിയാസിന്റെ നാടാണ്. നമ്മളെ സമൃദ്ധിയുടെ വലുതാണല്ലോ മന്ത്രിന്റെ ഒരു വാക്കിന്. ഇത്ര പോലും 3 കൗൺസിലർമാരും മന്ത്രി ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ഒരു സെന്റ് മേരീസ് സ്കൂളുണ്ട്. ആ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഒരു 40% കുട്ടികളും ഈ ഭാഗത്തുള്ള കുട്ടികളാണ്, കൂട്ടുപള്ളി ഭാഗത്തുള്ള കുട്ടികളാണ്. ഈ റോഡ് കടന്നും കണ്ട് അങ്ങോട്ട് പോകാൻ യാതൊരു നിർവാഹമില്ല. കളക്ഷൻ കുറയോ? കളക്ഷൻ വളരെ കുറവാണ്. പിന്നെ അപ്പുറത്തെ റോഡിന് പോകാനും പറ്റില്ല. ആ സൈറ്റ് അവരൊക്കെ ബ്ലോക്കാണ്. അതിൽ അങ്ങോട്ട് കടന്നുണ്ടെങ്കിൽ ട്രിപ്പ് കിട്ടുന്നില്ല. 25 മിനിറ്റ് കൊണ്ട് ഇവിടെ ഓടി റെയിൽവേ സ്റ്റേഷൻ എത്തുന്ന ബസ്സാണ്. ഇവിടെ തന്നെ ഈ പാലത്തിന്റെ അടി കൂടെ പോയി വരണം തന്നെ 25 മിനിറ്റ് എടുക്കുന്നത്. ജവറമ്പ് ഒരു ഓട്ടോ ഇങ്ങോട്ട് വരണമെങ്കിൽ തൊണ്ടയാട് പോയിട്ട് വേണം ജവറമ്പ് ഇങ്ങോട്ട് വരണമെങ്കിൽ. ഒരാൾക്കൊന്നും ഒരു കടയിൽ പോകണമെങ്കിലും ഒരു കാര്യത്തിലും നടക്കുന്നില്ല. കാരണം അത് രണ്ട് സ്ഥലമായിട്ട് മാറി കഴിഞ്ഞത്. ഇവിടുത്തെ ജനങ്ങളും ചേർന്നത്തെ ജനങ്ങളും നല്ല സമ്പർക്കത്തിൽ ഇന്നൊരു ഭാഗമായിരുന്നു. ഇന്നിപ്പോൾ അത് നഷ്ടപ്പെട്ടു. ഇവിടെ ഒരു മേൽപ്പാലം സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിലുണ്ട് എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷെ അത് ഏത് വർഷം വരും നമുക്ക് പറയാൻ പറ്റില്ല. പൊതുമരാമത്ത് മന്ത്രിക്കായാലും MP ക്കായാലും വേണം ജനങ്ങളെ നികുതി പണം. ഓർക്ക് വേണേൽ മലാപ്പറമ്പോ അല്ലെങ്കിൽ തൊണ്ടയാടോ പോയി വളച്ചു പോകാനുള്ള സംവിധാനമുണ്ട്. ഞങ്ങൾ പണം കൊടുത്ത് പെട്രോൾ അടിച്ച് ഞങ്ങൾ ഇതേമാതിരി ചുറ്റി പോകാന്ന് പറഞ്ഞത് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. താഴ്ന്ന പ്രദേശമായതിനാൽ ദേശീയപാതയിൽ അടിപ്പാതയോ മേൽപ്പാലമോ നിർമ്മിക്കുന്നത് പ്രായോഗികമല്ലെന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത്. അങ്ങനെയെങ്കിൽ കോട്ടൂളിൽ നിന്ന് ചേവരമ്പലം ഭാഗത്തേക്ക് മേൽപ്പാലം നിർമ്മിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ആ പാലം എന്ന് നിർമ്മിക്കുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ. നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറഞ്ഞ് നിൽക്കാനല്ലേ പറ്റൂ. രണ്ടായി പോയി. ഇനി എന്ത് ചെയ്യുമെന്ന് മന്ത്രി പറയട്ടെ. മന്ത്രിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.